തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. വെണ്ണയൊക്കെ സെപ്പറേറ്റ് ആയി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഒന്നിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മസാലപ്പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. നന്നായിട്ട് മസാലപ്പൊടി ഒന്ന് മിക്സ് ആയ ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർക്കാം. 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 3 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴുതനങ്ങ ഒന്ന് വഴറ്റാം. ഇപ്പോൾ മസാലയിൽ കിടന്ന് വഴുതനങ്ങ ഒരു 3 മിനിറ്റ് ഫ്രൈ ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം.